ആ സിംഹക്കുഞ്ഞുങ്ങളിലൊന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മടിയിലേക്ക് ചാടിക്കയറി. അദ്ദേഹം അതിൻ്റെ മുതുകിൽ വാത്സല്യത്തോടെ തലോടി. കയ്യിലുണ്ടായിരുന്ന ബോട്ടിലിൽ നിന്ന് അവയ്ക്ക് പാലൂട്ടി. അവരത് ആർത്തിയോടെ കുടിച്ചു. ഇളം ചിരിയോടെ മറ്റുള്ള സിംഹക്കുഞ്ഞുങ്ങളെയും പ്രധാനമന്ത്രി മടിയിലേറ്റി പാലൂട്ടി. ആ കുട്ടി സിംഹങ്ങൾ സ്നേഹത്തോടെ നന്ദി പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രിക്ക് ചുറ്റും വലം വെച്ചു. ഈ നിമിഷങ്ങളെല്ലാം ആസ്വദിച്ച് പ്രധാനമന്ത്രിയും തുടർന്നു. ഗുജറാത്തിലെ ജാംനഗറിൽ അനന്ത് അംബാനിയുടെ നേതൃത്വത്തിൽ റിലയൻസ് നടത്തുന്ന മൃഗപരിപാലന കേന്ദ്രം വന്താരയിൽ നിന്നാണ് ഈ മനോഹരമായ കാഴ്ച. 3500 ഏക്കർ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന 2000-ലേറെ സ്പീഷീസുകൾ സ്വൈരവിഹാരം നടത്തുന്ന വന്താരയുടെ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു പ്രധാനമന്ത്രി. സിംഹക്കുഞ്ഞുങ്ങൾക്കും ജിറാഫുകൾക്കും മീനുകൾക്കും ഭക്ഷണമൂട്ടിയും ഗോൾഡൻ ടൈഗർ, ഹിപ്പോപ്പൊട്ടാമസ്, ചിമ്പാൻസികൾ തുടങ്ങി മൃഗങ്ങളുമായി അടുത്തിടപഴകിയും പാമ്പിനെയും വ്യത്യസ്തയിനം ആമകളെയും കയ്യിലേന്തിയും തലോടിയും വന്താരയിലെ കാഴ്ചകൾ ആസ്വദിക്കുന്ന പ്രധാനമന്ത്രിയുടെ വീഡിയോയാണ് പുറത്തു വന്നത്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിലാണ് വീഡിയോ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. റിലയൻസ് ഫൗണ്ടേഷനുമായി ചേർന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് സ്ഥാപിച്ച മൃഗസംരക്ഷണ പുനരധിവാസ കേന്ദ്രമാണ് വന്താര. പരിക്കേറ്റതും വംശനാശ ഭീഷണി നേരിടുന്നതുമായ ലക്ഷക്കണക്കിന് ജീവികളാണ് ഈ മനുഷ്യനിർമ്മിത കാട്ടിൽ കാടിൻ്റേതായ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച് ആവശ്യാനുസരണം ചികിത്സയും പരിചരണവും ലഭിച്ച് കഴിയുന്നത്. 2 കോടിയിലേറെ വൃക്ഷങ്ങളാണ് ഇവിടെ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത്. വന്യജീവികൾക്കായി MRI, CT സ്കാൻ, ICU സംവിധാനം ഉൾപ്പെടെയുള്ള ചികിത്സാ സൗകര്യങ്ങളാണ് വന്താരയിൽ ഒരുക്കിയിരിക്കുന്നത്. കാർഡിയോളജി, നെഫ്രോളജി, എൻഡോസ്കോപ്പി, ഡെന്റിസ്ട്രി, ഇന്റേണൽ മെഡിസിൻ, അനസ്തേഷ്യ, നിയോനേറ്റൽ കെയർ തുടങ്ങി വിവിധ വകുപ്പുകളുമുണ്ട്. വന്താരയുടെ ഉദ്ഘാടന കർമ്മത്തിൽ അനന്ത് അംബാനിക്കും ഭാര്യ രാധിക മർച്ചന്റിനുമൊപ്പം റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയും ഭാര്യ നിത അംബാനിയും പങ്കെടുത്തിരുന്നു. തുടർന്ന് വന്താരയിലെ കാഴ്ചകളെല്ലാം ആസ്വദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ട് എല്ലാം വിശദീകരിച്ച് അനന്ത് അംബാനിയുമുണ്ട്. കടുവ, പുലി, സിംഹം, ചിമ്പാൻസി, ഒറാങ്ങുട്ടാൻ, മുതലകൾ, സീബ്രകൾ, കണ്ടാമൃഗങ്ങൾ എന്നിങ്ങനെ വിവിധ മൃഗങ്ങളോടാണ് പ്രധാനമന്ത്രി അടുത്തിടപഴകുന്നത്. കണ്ണാടി മതിലിനിപ്പുറമിരുന്ന് അവയെ സ്നേഹത്തോടെ തൊടുന്നതും അവയുടെ കുസൃതികൾ ആസ്വദിക്കുന്നതും വീഡിയോയിൽ കാണാം. അപൂർവ ഇനം പാമ്പുകൾക്കൊപ്പവും പ്രധാനമന്ത്രി സമയം ചെലവഴിച്ചു. റയർ സ്പീഷീസുകളെ കയ്യിലെടുക്കുന്നതിനും അദ്ദേഹം വിമുഖത കാട്ടിയില്ല. ഇരട്ടത്തലയുള്ള ആമയെയും അദ്ദേഹം കൗതുകത്തോടെ കയ്യിലെടുത്ത് നിരീക്ഷിക്കുന്നുണ്ട്. മീനുകൾക്ക് ഭക്ഷണം നൽകുന്നതും ആസ്വദിക്കുന്നതും വീഡിയോയിൽ കാണാം. എലിഫന്റ് ക്യാമ്പിലെ കാഴ്ചകളാണ് മറ്റൊന്ന്. മനോഹരമാണ് ഇവിടുത്തെ ഹൈഡ്രോതെറാപ്പി പൂളിലെ കാഴ്ച. ആനകളിലെ സന്ധിവാതവും കാലുകളുടെ മറ്റസുഖങ്ങളും സുഖപ്പെടുത്താൻ ഇത് സഹായിക്കും. ആനകൾക്കുള്ള ആശുപത്രി സൗകര്യവും പ്രധാനമന്ത്രി സന്ദർശിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചികിത്സാ സംവിധാനമാണ് വന്താരയിൽ ആനകൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സർക്കസിൽ നിന്നും തടി പിടിക്കുന്നതിൽ നിന്നുമൊക്കെ മോചിപ്പിച്ച് എത്തിച്ചവയാണ് വന്താരയിലെ ആനകൾ. കൂടാതെ തെരുവിൽ ഭിക്ഷയെടുക്കുന്നതിനും ആന സവാരിക്കും മറ്റും ഉപയോഗിച്ചിരുന്ന ആനകളും വന്താരയുടെ സംരക്ഷണത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഏക്കർ കണക്കിന് വനം ആനകൾക്കായി പ്രത്യേകമായാണ് സജ്ജമാക്കിയിരിക്കുന്നത്. അനന്ത് അംബാനിയുടെ ആനപ്രേമം നേരത്തെ തന്നെ ശ്രദ്ധേയമാണ്. ധീരുഭായ് അംബാനി വൈൽഡ് ലൈഫ് റിസർച്ച് ലബോറട്ടറിയും പ്രധാനമന്ത്രി സന്ദർശിച്ചു. അവിടുത്തെ ഡോക്ടർമാരുമായും ടെക്നീഷ്യൻസുമായും അദ്ദേഹം സംവദിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചീറ്റ സംരക്ഷണ പ്രൊജക്റ്റാണ് വന്താരയുടെ മറ്റൊരു പ്രത്യേകത. പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന പാറക്കെട്ടുകൾക്കും മരങ്ങൾക്കുമിടയിൽ ഓടി നടക്കുന്ന ചീറ്റകളെയും പ്രധാനമന്ത്രി സന്ദർശിക്കുന്നുണ്ട്. വിവിധയിനം പക്ഷി ഇനങ്ങളും വന്താരയിൽ പരിചരിക്കപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ലോക വന്യജീവി ദിനത്തിൽ ഗുജറാത്തിലെ ഗിർ ദേശീയോദ്യാനത്തിൽ സവാരി നടത്തുന്ന പ്രധാനമന്ത്രിയുടെ വീഡിയോയും പുറത്തുവന്നിരുന്നു. സവാരിക്കായുള്ള വസ്ത്രങ്ങൾ ധരിച്ചെത്തിയ മോദി ക്യാമറയിൽ വന്യജീവികളുടെ ദൃശ്യങ്ങൾ പകർത്തി ദൂരെയുള്ള കാഴ്ചകളെ ബൈനോക്കുലറിലൂടെ നോക്കിക്കാണുകയും ചെയ്തു. ജൈവ വൈവിധ്യം സംരക്ഷിക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് ദൃശ്യങ്ങൾ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച് പ്രധാനമന്ത്രി കുറിക്കുകയും ചെയ്തിരുന്നു.